ഹായ്, വീണ്ടും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. ഈ പടം അൻവർ റഷീദിന്റെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് അന്ന് വരെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ രാജമാണിക്യം, ചോട്ടാ മുംബൈ, അണ്ണൻ തമ്പി, അതുപോലത്തെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള വലിയ ലൗഡ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് മൂവീസ് ആണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് വന്ന വളരെ കാം ആൻഡ് കൂൾ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു ഉസ്താദ് ഹോട്ടൽ. കേരള കഫേലത്തെ ഷോർട്ട് ഫിലിം ഞാൻ മെൻഷൻ ചെയ്യാത്തതാണ്, കാരണം അതൊരു ഫീച്ചർ ഫിലിം അല്ലല്ലോ. പക്ഷെ ഫുൾ ലെങ്ത് മൂവിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അന്നേ വരെ കണ്ട ഒരു മേക്കിംഗ് സ്റ്റൈൽ ഒന്നും അല്ല അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇപ്പൊ കണ്ടാലും ഭയങ്കര ഫ്രഷ് ആയി തോന്നുന്ന ഒരു കിടിലം പടമാണ്. മുമ്പ് ചെയ്തിട്ടുള്ള പടങ്ങൾ ഫ്രഷ് അല്ല എന്നല്ല, പക്ഷെ ഈ പടം തരുന്നൊരു സാറ്റിസ്ഫാക്ഷനും ഒരു സന്തോഷവും ഒരു ഹാർട്ട്ഫുൾനെസ് ഒക്കെ ഉണ്ട്. അത് കിടിലായിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അഞ്ജലി മേനോനാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ എഴുതിയതിൽ വെച്ച് കുറച്ചെങ്കിലും കമേഴ്ഷ്യൽ എലമെന്റ് ഉള്ള കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയാം. കാരണം അതിന് മുമ്പ് ചെയ്തിട്ടുള്ള ചില സിനിമകളൊക്കെ വളരെ അവാർഡ് ആയിട്ടുള്ള സ്ലോ പേസ് ആയിട്ടുള്ള പടങ്ങളാണെങ്കിൽ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് കോണ്ടന്റ്, അതായത് അതിന്റെ കോർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം എന്റർടൈൻമെന്റിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കഥാപാത്രങ്ങളെ അവർക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റി. നമ്മൾ അന്നേ വരെ കണ്ടിട്ടുള്ള ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അതായത് കഥാപാത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു വെച്ചാൽ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഓക്വേർഡായി തോന്നാത്ത രീതിയിൽ നമുക്കെല്ലാം പരിചയമുള്ള മുസ്ലിം ഫാമിലി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ഈ സിനിമയെ മൊത്തത്തിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഈ സിനിമ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു വർഷം ഒരു 2-3 തവണയെങ്കിലും ഞാൻ ഈ പടം കണ്ടിരിക്കും. കാരണം ഇതിന്റെ ഏത് ഫ്രെയിം കണ്ടാലും നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടി തോന്നും. അത്രയ്ക്കും കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു പടമാണിത്. സോ ഞാൻ ഈ പടം ആദ്യം കാണുന്ന സമയത്ത് വിചാരിച്ചത് ഫൈസിയുടെ ഒരു സ്റ്റോറി ആയിരിക്കും, ഒരു 20s കൂടി പോകുന്ന ഒരു ചെറുപ്പക്കാരുടെ സ്റ്റോറി ആയിരിക്കും എന്നാണ് എനിക്ക് ആദ്യം പിടികിട്ടിയത്. പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിത് കാണുന്ന സമയത്ത് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി 3 ആൾക്കാരുടെ സ്റ്റോറിയാണ്. കരിമിക്കയുടെ മകൻ, അതായത് സിദ്ദീഖിന്റെ കഥാപാത്രം, റസാഖ് അദ്ദേഹത്തിന്റെ മകൻ ഫൈസി. ഇങ്ങനെ 3 ആണുങ്ങളുടെ ലൈഫിൽ കൂടിയാണ് ഈ സിനിമ പോകുന്നത്. നമ്മൾ കരിമിക്കയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിലകൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഇപ്പോ സ്പിരിറ്റിലെ മേസ്ത്രി, ഇന്ത്യൻ റുപ്പിയിലെ കഥാപാത്രം, അതുപോലെ നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ കരിമിക്ക എന്ന് പറയുന്നത്. കരിമിക്കയുടെ ഒരു ലൈഫ് പോളിസി അല്ലെങ്കിൽ ഒരു പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അത് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ്. പിന്നെ കരിമിക്ക പ്രൊഫഷണലി ഒരു ഷെഫാണ്. നല്ല തൊഴിൽ അയാളുടെ കയ്യിലുണ്ട്. അയാൾക്ക് മാത്രം അറിയുന്ന ചില റെസിപ്പികളുണ്ട്, ചില കൂട്ടുകളുണ്ട്, അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചില രുചികളുണ്ട്. പക്ഷെ അതിനൊരിക്കലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോൺസെപ്റ്റിലേക്കൊന്നും അദ്ദേഹം ഒരിക്കലും എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഹോട്ടലിൽ തന്നെ. പിന്നെ അദ്ദേഹം ഇതുവരെ കാണാത്ത അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിലുള്ള ഓർഫനേജിലുള്ള കുട്ടികളൊക്കെ അങ്ങനെയാണ്. ഓരോ മാസവും കൃത്യമായിട്ട് അയാൾ ഒരു പൈസ അങ്ങോട്ട് ക്യാഷ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ജീവിച്ചു പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ആ ടൗണിൽ തന്നെ കരിമിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന റിക്ഷ, അതായത് ഓട്ടോ തൊഴിലാളി ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇത്രയും വലിയ കസ്റ്റമേഴ്സ് ഉണ്ടായിട്ട് പോലും അയാളുടെ ബിസിനസ് ഒരു വലിയ പ്രോഫിറ്റിലേക്കോ ആ ലെവലിലൊന്നും ചിന്തിക്കാത്ത മനുഷ്യനാണ്. അതായത് പൈസ എന്നതിലുപരി മറ്റു പല കാര്യങ്ങളിലും സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ കരിമിക്ക എന്ന് പറയുന്നത്. കരിമിക്കയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുലൈമാനിയും കുടിച്ച് കടപ്പുറത്തിരിക്കുന്ന ഫീലിലാണ് അദ്ദേഹം ലോകത്തിനെ മൊത്തം കാണുന്നത്. അതായത് സുലൈമാനി കുടിക്കുന്ന സമയത്ത് ലോകം മൊത്തം ഇങ്ങനെ പതുക്കെയായി വരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണല്ലോ അദ്ദേഹം ജീവിക്കുന്നത്. സോ വളരെ തിരക്ക് പിടിച്ചു ഓടുന്ന ആൾക്കാർക്കിടയിൽ ഒരു സുലൈമാനി എല്ലാം കുടിച്ച് കുറച്ച് സ്ലോ ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു സൂഫിസത്തിന്റെ ഒക്കെ ഒരു ഭാഗം അവിടെ വരുന്നുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നതാണ് കേട്ടോ, ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, ഒരുപാട് ലൗഡ് എന്നുള്ളതിലുപരി കുറച്ച് സമാധാനമുള്ള, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള ഒരു ലൈഫാണ് കരിമിക്കയുടേത്. പക്ഷെ കരിമിക്ക ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫിയിൽ എത്തിച്ചേരാനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൈം ടൈമിൽ ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ യാത്രകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് കരിമിക്ക ഈ ഒരു ഫിലോസഫിക്കൽ ലെവലിലേക്ക് എത്തുന്നത്. പക്ഷെ ആ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഇതിന് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ, ഈ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായത് അദ്ദേഹത്തിന്റെ മകനാണ്, അതായത് സിദ്ദീഖിന്റെ കഥാപാത്രത്തിനാണ്. കരിമിക്ക തന്നെ അത് ഫൈസിയോട് ഒരു പ്രാവശ്യം പറയുന്നുണ്ട് കടപ്പുറത്ത് കണ്ടിട്ട്, ഞാനിങ്ങനെ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇയാളുടെ മകൻ, അതായത് സിദ്ദീഖിന്റെ കഥാപാത്രമായിട്ടുള്ള റസാഖ് വളരെ ഒറ്റപ്പെട്ടുപോയ ഒരു മനുഷ്യനായിരുന്നു. അവളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, ബാക്കിയുള്ള ചെലവും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ചെറുപ്പകാലത്ത് നമുക്ക് നമ്മുടെ പാരന്റിൽ നിന്ന് കിട്ടേണ്ട പാരന്റിങ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ഈ കരിമിക്കയുടെ യാത്ര കാരണം. അതുകൊണ്ട് തന്നെ ഈ റസാഖിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ
കരിമിക്ക ഫോളോ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഒന്നും റസാഖിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അയാളുടെ അച്ഛനെ ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായ സമയത്തൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ റസാഖിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ക പ്രാക്ടിക്കൽ ആയിട്ടുള്ള മനുഷ്യനാണ്, നല്ലൊരു ബിസിനസ്സുകാരനാണ്. അയാൾക്ക് അത്രയധികം സ്ട്രഗിൾ ഉണ്ടായെങ്കിലും പിന്നീട് അയാള് കല്യാണമെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം ആയി. ഒരു ഘട്ടത്തിൽ അയാളുടെ ഭാര്യയെ നഷ്ടപ്പെട്ടു. പിന്നെ ഒരു നേരെ വിദേശത്ത്, കുട്ടികളെല്ലാം എടുത്ത് വിദേശത്ത് പോകുന്നുണ്ട്, അവരെല്ലാം സെറ്റിൽ ആക്കുന്നുണ്ട്. അതിൽ ഫൈസിയുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അയാളുടെ ഒരു പുതിയ പാർട്ണറിനെ പോലും ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അയാൾക്കറിയാം കുറച്ചുകൂടി ഏജ് ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ വേറൊരാളുടെ ഒരു ഹെൽപ്പ് അയാൾക്ക് ആവശ്യമാണ്. അപ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് മാത്രമല്ല നല്ല ബിസിനസ് മൈൻഡുള്ള ഒരാളാണ്. സ്വന്തം മക്കളിൽ പോലും അയാൾ അത് കാണിക്കുന്നുണ്ട്. പൈസയോടൊന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് പഠിക്കാൻ വേണ്ടി ഇത്രയും പൈസ ഞാൻ ചെലവാക്കിയിട്ട് നീ എന്തെങ്കിലും ഒരു കാര്യം റിട്ടേൺ ചെയ്തോ, അല്ലെങ്കിൽ പൈസ എനിക്ക് എന്താണ് നീ തിരിച്ചു തന്നിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പൈസ ദേഷ്യം പിടിച്ചു പറയുന്നത് എനിക്ക് ജോലി കിട്ടുമ്പോൾ ഞാൻ തരാമെന്നാണ്. പക്ഷെ എന്നാലും ആ ഒരു വ്യക്തിയെ, റസാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം നോക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അയാൾ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഇത് നമ്മൾ ഫൈസിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ, ഫൈസി വളരെ ഫ്രഷ് ആയിട്ടാണ് തിലകന്റെ ഫ്രണ്ടിൽ മുന്നിലെത്തുന്നത്. അതായത് വേറെ തന്നെ ഒരു ലൈഫ്, വിദേശത്ത് പോയിട്ട് ഒരു ഷെഫായി സെറ്റിൽ ചെയ്യണം, അങ്ങനെയുള്ളൊരു പുറത്തുള്ള ഒരു ലൈഫ് ആഗ്രഹിച്ചൊരു വ്യക്തി ബൈ ചാൻസ് കഷ്ടകാലത്തിന് അയാൾ ഈ ഉപ്പുപഴത്ത് പെട്ടു പോകുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക എന്താണ്, എത്രയും പെട്ടെന്ന് ഈ ചങ്ങായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്നതാണ്. പക്ഷെ ഈ ലൈഫ് നമ്മളെ പഠിപ്പിച്ചിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാല് ഒരു ജീവിതത്തിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മൾ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആർക്കെങ്കിലൊക്കെ ഉണ്ടാവണമല്ലോ. സോ ആ ഒരു ടൈം പോലെയാണ് പിന്നീട് ഇയാളുടെ ഈ ഫൈസിയുടെ ലൈഫും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികളും ഫൈസിയും തമ്മിൽ സത്യത്തിൽ ഒരു ബന്ധവുമില്ല. അവരെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ രുചി അല്ലെങ്കിൽ വിശപ്പ് എന്നെല്ലാം പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ കരിമിക്കയുടെ പാത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ബാധ്യത ഉണ്ടാക്കാം എന്നതല്ലാതെ അവർക്കൊരിക്കലും നിലനിൽപ്പ് എന്ന് പറയുന്ന സാധനമില്ല. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന പരിപാടി തന്നെ പൂട്ടിക്കെട്ടിപ്പോകും. സോ അവിടെയാണ് ഇയാളുടെ അച്ഛൻ, അതായത് ഈ റസാഖിന്റെ ഒരു മൈൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് റസാഖിൽ നിന്ന് അയാൾക്ക് എന്തായാലും കിട്ടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ഒരു നേച്ചർ ഉണ്ടാവുമല്ലോ. റസാഖ് നല്ലൊരു ബിസിനസ്സുകാരനാണ്. അത് ആ ഒരു ക്വാളിറ്റി ഈ ഫൈസിയിൽ ഉള്ളത് കൊണ്ടാണ് അയാൾ ഹോട്ടൽ റിനോവേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ കരിമിക്ക ഫോളോ ചെയ്തു വന്ന മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ആ രണ്ട് ജനറേഷന്റെ രണ്ട് ക്വാളിറ്റിയും നേരെ വന്ന് ചേരുന്നത് ഫൈസിയിലേക്കാണ്. അപ്പോൾ ഓരോ തവണ കാണുന്ന സമയത്തും നമ്മളിങ്ങനെ ബിസിനസ് ലെവലൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഓക്കെ ഇയാൾക്ക് ഈ ക്വാളിറ്റിയാണ് ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് വന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഇനി പടത്തിന്റെ കംപ്ലീറ്റ് എസ്തെറ്റിക് കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നൈസ് പടമാണ്. നമ്മുടെ നാട്ടിലുള്ള തട്ടുകടകൾക്ക് പോലും ഈ ടയറിലെല്ലാം പെയിന്റ് അടിച്ചിട്ട് പേര് എഴുതുന്ന ഒരു രീതി വന്നത് ഈ ഉസ്താദ് ഹോട്ടലിന് ശേഷമാണ്. മുമ്പുണ്ടോന്ന് അറിയില്ല, അതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, കാലിക്കറ്റ് കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന പല ഇമേജും ആക്ച്വലി ഈ ഉസ്താദ് ഹോട്ടലിന്റെ പല വിഷ്വൽസും ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പടത്തില് യൂസ് ചെയ്തിട്ടുള്ള മ്യൂസിക്, ഗോപി സുന്ദറിന്റെ പ്രൈം ടൈം എന്ന് പറയാൻ പറ്റുന്ന സമയത്ത് ചെയ്ത മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമാണ് കേട്ടിരിക്കാനായിട്ട്. സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ ഇതിലെ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മ എന്നുള്ള പാട്ട് ഭയങ്കര വൈറലായിരുന്നു. മലബാറിലുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം ആ പാട്ട് ഭയങ്കര ഫെമിലിയർ ആണ്. നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പരിപാടിക്ക് സ്കൂളിൽ ഈ പാട്ടെല്ലാം ആരെങ്കിലൊക്കെ പാടിയിരിക്കും, അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മാപ്പിളപ്പാട്ടിന്റെ ശൈലിയിൽ. പക്ഷെ ആ പാട്ടിനെ എടുത്തിട്ട് ഒരു പക്ക പാർട്ടി മൂഡ്, ഒരു റോക്ക് സോങ് ആക്കി അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പാട്ടിൽ തന്നെ നല്ലൊരു വയലിന്റെ ഒരു ബീറ്റ് കൂടി അവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കിടിലമായിട്ടുള്ള വർക്കായിരുന്നു. ആ പാട്ട് ഗംഭീര ഹിറ്റ് ആണ്. രണ്ടാമത്തെ പാട്ട് വാതിലിൽ ആ വാതിലിൽ, ആ പാട്ട് ഭയങ്കര റൊമാൻറ്റിക് സോങ് ആണ്. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ പാട്ടുമായിട്ട് തോന്നും. അതിന് ഒരു കാരണം തിലകന്റെ നരേശനാണ്. ഇയാള് അയാളുടെ പാർട്ണറിനെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ആ ചെക്കൻ ഇങ്ങനെ ബിരിയാണി ചെമ്പ് ഇങ്ങനെ തുറന്നിട്ട് ആ ദം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കുന്ന ആ ഒരു വിഷ്വൽ മൊത്തം നമ്മുടെ മനസ്സിലേക്ക് വരും. ആ കഥ മൊത്തം നമുക്ക് ഓർമ്മ വരും. അവസാനം ആ പെണ്ണാരായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത്, ആരാണോ ഹൂറി എന്ന് ചോദിക്കുന്ന സമയത്ത് അത് നിന്റെ ഉമ്മുമ്മയായിരുന്നു എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അവിടെ വെച്ച് പാട്ടൊരു ഹൈ ആവും. സോ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ ഈ പാട്ട് വെക്കുന്നത് വേറൊരു വൈബിലായിരിക്കും. പക്ഷെ സിനിമ കാണാത്ത ഒരാൾക്ക് ഈ പാട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു റൊമാൻറ്റിക് സോങ് എന്ന രീതിക്ക്. പിന്നെ വേറൊരു പാട്ട് മേൽ 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 മണ്ണിലെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് ശരിക്കും ഞാൻ ആ പാട്ടിനില്ലേ ഒരു മോട്ടിവേഷൻ സോങ് പോലെയാണ് കണ്ടിട്ടുള്ളത്. കാരണം അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. ആ പാട്ട് തുടങ്ങുന്നത് ശരിക്കും ഒരാളെ ഇങ്ങനെ കാമാക്കിക്കൊണ്ടാണ്, മേൽ 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 മണ്ണിൽ. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് അത് ഒന്ന് ഹൈ ആവും, മേലെ കൊമ്പിൽ കൂടുണ്ടാക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ള പാട്ടാണ്. കിടിലമായിട്ടുള്ള 3 പാട്ട്. പിന്നെ ഈ പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഓർക്കാൻ പറ്റുന്ന ചില മൊമെന്റ് ഉണ്ട്. ഇപ്പോ ഫൈസിയും ഷഹാനയും മറ്റേ കലാഭവൻ ഷാജോന്റെ
ട്രക്കിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഭാഗത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്. പിന്നെ ജിനു ജോസഫ്, ആ ബാങ്കറും മറ്റേ ബാങ്കുകാരനും ഈ കോർപ്പറേറ്റ് തമ്മിൽ സംസാരിക്കുന്ന സമയത്തുള്ള ഒരു വയലിന്റെ ഒരു സാധനം. പിന്നെ ഫ്യൂഷൻ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടക്കുന്നത് ആ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഫൈസി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിൽ ട്രാക്ക് ഒക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന നല്ല മ്യൂസിക് ട്രാക്കുകളൊക്കെയാണ് ഗോപി സുന്ദർ ഈ പടത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലൊക്കെ നല്ല രസമായിരുന്നു. കളർഫുൾ ആയിട്ടുള്ള ഫ്രെയിമാണ്. നമ്മുടെ നാട്ടിലെ തട്ടുകടകൾക്കെല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കി തന്ന സിനിമ കൂടിയായിരുന്നു ഉസ്താദ് ഹോട്ടൽ. തട്ടുകടയിലത്തെ ഫുഡും 5 സ്റ്റാർ ഹോട്ടലിലത്തെ ബില്ലും. പിന്നെ വിട്ടുപോയൊരു ക്യാരക്ടർ ഷഹാനയായിരുന്നു. ഷഹാന ശരിക്കും 2012 പടം ഇറങ്ങുന്ന സമയത്തിന്റെ ഒരു റിബൽ ക്യാരക്ടർ ആയിരുന്നു. അതായത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ലൈഫ് ഒരിക്കലും അങ്ങനെയുള്ള അതല്ല, അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഈ ഷഹാൻ. അത് വളരെ ഓപ്പൺ ആയിട്ട് ഈ പൈസ എടുത്ത് പറയുന്നുണ്ട്. പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് തന്നെ എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുകളുണ്ട്, ജോലി ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അത് ഭയങ്കര അങ്ങനെ സംസാരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കഥാപാത്രങ്ങളെല്ലാം സിനിമയിൽ വളരെ കുറവായിരുന്നു. സിനിമയിൽ നിന്നല്ല, ഇപ്പോഴും നമുക്കങ്ങനെ പറയാൻ പറ്റുന്ന ചുറ്റുപാടുകളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. സോ ആ കഥാപാത്രം അന്നും ഇന്നും നല്ല ഫ്രഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിത്യമേനോൻ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആ പൊങ്ങളെമ്പാടും ആ പാട്ടിന്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ ഓർത്തിരിക്കുക കഥാപാത്രത്തിന്. അങ്ങനെ വെറുതെ വന്നു പോകുന്ന ഒരു ആക്ട്രസ് അല്ല. നിത്യമേനോന്റെ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. അവർ ഇതുവരെ സിനിമയിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ഓർമ്മ കിട്ടും. അങ്ങനെ ഒരു റയർ ആയിട്ടുള്ള ഒരു നടി കൂടിയാണ്. സോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് ഉസ്താദ് ഹോട്ടൽ. എന്താണ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മെമ്മറീസ് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് ആ പഴയ പടത്തിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.